അസീം മുനീർ ഇപ്പോൾ പാകിസ്ഥാനിലില്ല, അമേരിക്കയിലാണ്. അദ്ദേഹം ഈ അമേരിക്കയുടെ ക്ഷണപ്രകാരം പോയെന്ന് അദ്ദേഹം അവകാശപ്പെടുകയാണ്. എന്തായാലും അമേരിക്കയിലാണ് ആളുള്ളത്. അതിനിടയിൽ തന്നെ വലിയ പ്രതിഷേധം അസീം മുനീറിനെതിരെ ഉണ്ടാവുകയാണ്. അദ്ദേഹം കൊലപാതകി എന്ന് മുദ്രാവാക്യം വിളിച്ചാണ് അമേരിക്കയിലെ ജനങ്ങൾ അദ്ദേഹത്തെ സ്വീകരിക്കുന്നത്, പ്രത്യേകിച്ച് ഇന്ത്യക്കാർ. തീർച്ചയായിട്ടും ഈ അസീം മുനീർ അമേരിക്കയിൽ വാഷിങ്ടണിലാണ് പോയിരിക്കുന്നത്. അവിടെ അമേരിക്കൻ സൈന്യത്തിൻ്റെ 250-ാം വാർഷികം അവിടെ ആഘോഷിക്കുകയാണ്. അപ്പോൾ അവർ ലോകത്തിലെ പല രാഷ്ട്രങ്ങളിലെയും സൈനിക മേധാവിമാരെയും മുതിർന്ന സൈനിക ഉദ്യോഗസ്ഥരെയും അതിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട്. അതിൽ പങ്കെടുക്കാനാണ്, ക്ഷണം സ്വീകരിച്ചിട്ട് പങ്കെടുക്കാനാണ് ഞാൻ വന്നത്, എന്നെ ക്ഷണിച്ചതുകൊണ്ടാണ് ഞാൻ വന്നത് എന്നാണ് അസീം മുനീർ പറയുന്നത്. പക്ഷേ അമേരിക്കൻ വൈറ്റ് ഹൗസ് അത് നിഷേധിക്കുന്നു. അങ്ങനെ ഒരു ക്ഷണം അസീം മുനീറിന് നൽകിയിട്ടില്ല എന്നാണ് പറയുന്നത്. പക്ഷേ അതിനേക്കാളൊക്കെ അതിനകത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ അസീം മുനീറിൻ്റെ സന്ദർശനവുമായി ബന്ധപ്പെട്ട് നമ്മുടെ കേരളത്തിലെ സോഷ്യൽ മീഡിയ അതുപോലെ തന്നെ ചില മാധ്യമങ്ങൾ ഒക്കെ വലിയ പ്രാധാന്യം അതിന് കൊടുക്കുന്നത്. മൈ ഫ്രണ്ട്, മോദിയുടെ മൈ ഫ്രണ്ട് അസീം മുനീറിനെ, മോദിയുടെ ഏറ്റവും വലിയ ശത്രു അസീം മുനീറിനെ ക്ഷണിച്ചിരിക്കുന്നു, അസീം മുനീറിന് അവിടെ പച്ച പരവതാനി വിരിച്ചിരിക്കുന്നു എന്നൊക്കെയാണ് ചില സോഷ്യൽ മീഡിയ നറേറ്റീവുകളും അതുപോലെ തന്നെ ചില മാധ്യമങ്ങളും ഒക്കെ കൊട്ടിഘോഷിക്കുന്നത്. അതിന് യാതൊരു പ്രാധാന്യവുമില്ല, അത് കള്ളമാണ് എന്നിപ്പോൾ തെളിഞ്ഞിരിക്കുന്നു. അമേരിക്കൻ വൈറ്റ് ഹൗസ് തന്നെ കൃത്യമായിട്ട് അതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്, ഞങ്ങൾ ഒരു ക്ഷണവും നൽകിയിട്ടില്ല, അസീം മുനീറിന് യാതൊരു തരത്തിലും ഇതിൽ പങ്കെടുക്കാനായിട്ട് ഞങ്ങൾ ക്ഷണിച്ചിട്ടില്ല എന്നാണ്. എന്തായാലും അസീം മുനീർ അമേരിക്കയിലെത്തി, വാഷിങ്ടണിലെത്തി. അവിടെ ഈ വാഷിങ്ടണിലെ 4 സീസൺസ് ഹോട്ടലിലാണ് ഈ അസീം മുനീർ എത്തിയത്. അസീം മുനീറിൻ്റെ വാഹനം അവിടെ പ്രവേശിക്കുമ്പോൾ തന്നെ വലിയ ബാനറുകൾ ഉയർത്തി പ്രതിഷേധിക്കുന്ന കാഴ്ചയാണ് നമ്മൾക്ക് കാണാൻ കഴിഞ്ഞത്. അതായത് കൂട്ടക്കൊലപാതകി നിങ്ങളെ ഓർത്ത് ലജ്ജിക്കുന്നു, നിങ്ങളെ ഓർത്ത് ഏകാധിപതി നിങ്ങളെ ഓർത്ത് ലജ്ജിക്കുന്നു എന്നൊക്കെ എഴുതിയ ബാനറുകളാണ്. മാത്രമല്ല മറ്റൊരു പ്രധാനപ്പെട്ട ബാനർ അസീം മുനീറിന് നേരെ ഉയർത്തിയത് വെൻ ഗൺസ് സ്പീക്സ് ഡെമോക്രസി ഡൈസ് എന്നാണ്. അതായത് തോക്കുകൾ ശബ്ദിക്കുമ്പോൾ ജനാധിപത്യം മരിക്കുന്നു എന്ന ഒരു ബാനർ ഉയർത്തിയാണ് ഈ അമേരിക്കയിലെ വാഷിങ്ടണിലെ പ്രതിഷേധക്കാർ അസീം മുനീറിനെ സ്വീകരിച്ചത്. വളരെ വ്യക്തമാണ്, പാകിസ്ഥാനിലെ ജനാധിപത്യത്തെ നശിപ്പിക്കുന്നത് അവിടുത്തെ സൈന്യമാണ് എന്ന സന്ദേശമാണ് അതിലൂടെ നൽകുന്നത്. അമേരിക്കയിൽ നമുക്കറിയാം, ഈ അമേരിക്കയിലെ പ്രതിഷേധം കൃത്യമായിട്ടും വളരെ ജനാധിപത്യപരമായി പ്രതിഷേധിക്കാൻ അറിയുന്ന ജനങ്ങളുള്ള ഒരു സ്ഥലമാണ്. ഈ അനധികൃത കുടിയേറ്റക്കാർ അവിടെ കാണിച്ചു കൂട്ടുന്നതൊക്കെ നമ്മൾ കാണുന്നുണ്ടല്ലോ. ഈ സ്വകാര്യ വാഹനങ്ങൾ ആക്രമിക്കുന്നു, ഈ ബിൽഡിങ്ങുകൾക്ക് നേർക്ക്, വലിയ കെട്ടിടങ്ങളുടെ നേർക്ക് ഈ കുപ്പികൾ വലിച്ചെറിയുന്നു, അത്തരത്തിലുള്ള അക്രമങ്ങളൊക്കെ അവിടെ നടക്കുന്നുണ്ട്. പക്ഷേ അമേരിക്കൻ പൗരന്മാർ പ്രതിഷേധിക്കുന്നത് അങ്ങേയറ്റം ജനാധിപത്യപരമായിട്ടാണ്. അവർ വളരെ കൃത്യമായിട്ട് തങ്ങളുടെ പ്രതിഷേധത്തിൻ്റെ ഒരു ആകത്തുക വളരെ കൃത്യമായ വാക്കുകളിലൂടെ അവർ രേഖപ്പെടുത്തും. അത്തരത്തിലുള്ള ബാനറുകൾ, എല്ലാത്തിനും ഒരു അതിർവരമ്പുകളുണ്ട്. അവർ വളരെ മാന്യമായിട്ട് സംസ്കാര സമ്പന്നമായിട്ടും ആയിരിക്കും പ്രതിരോധിക്കുന്നത്. പണ്ടൊരിക്കൽ ഞാൻ ഓർക്കുന്നു, ഒബാമ അവിടെ ഇലക്ഷന് മത്സരിക്കുമ്പോൾ, പ്രസിഡൻ്റായിട്ട് മത്സരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ എതിർ സ്ഥാനാർത്ഥി ഒരു വലിയ തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടി സംഘടിപ്പിച്ചു. അതിനകത്ത് ഒരു സ്ത്രീ എഴുന്നേറ്റ് നിന്ന് ഹൂ ഈസ് ഒബാമ എന്ന് ഇദ്ദേഹം ചോദിക്കുന്നു, ഒബാമയുടെ എതിരാളി ചോദിക്കുന്നു. അപ്പോൾ ഒരു സ്ത്രീ, ഒരു അമേരിക്കക്കാരി എഴുന്നേറ്റ് നിന്ന് പറയുകയാണ്, ഹീസ് നത്തിങ് ബട്ട് സൗദി എന്നാണ് പറഞ്ഞത്. അദ്ദേഹം മറ്റൊന്നുമല്ല, ഒരു സൗദിക്കാരനാണ് എന്നാണ് പറഞ്ഞത്. അദ്ദേഹം ഒരു മുസ്ലിമാണല്ലോ, ഒരു കറുത്ത വംശജനാണ്, മുസ്ലിമാണ്. അതുകൊണ്ട് വളരെ പെട്ടെന്ന് തന്നെ ഒബാമയുടെ എതിരാളിയായി മത്സരിക്കുന്നയാൾ, ഞാൻ അദ്ദേഹത്തിൻ്റെ പേര് മറന്നുപോയി ഇപ്പോൾ, അദ്ദേഹം അത് എതിർക്കുകയും ആ സ്ത്രീയെ തിരുത്തുകയും ചെയ്തു. നോ, ഒരിക്കലും അങ്ങനെ പറയരുത്, അദ്ദേഹം ഒരു അമേരിക്കക്കാരനാണ്,
അദ്ദേഹത്തിന് നമ്മൾ അർഹിക്കുന്ന, അദ്ദേഹം എൻ്റെ രാഷ്ട്രീയ എതിരാളിയാണ്, പക്ഷേ അദ്ദേഹത്തിനോട് മാന്യമായിട്ട് വേണം നമ്മൾ പെരുമാറാൻ. അദ്ദേഹം ഒരിക്കലും അമേരിക്കയുടെ താല്പര്യങ്ങൾക്ക് വിരുദ്ധമായി പെരുമാറില്ല. അദ്ദേഹം എപ്പോഴും ഒരു അമേരിക്കക്കാരൻ തന്നെയായിരിക്കും. അദ്ദേഹം ഒരിക്കലും ഒരു സൗദിയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു രാഷ്ട്രത്തിൻ്റെ അല്ലെങ്കിൽ ഈ പറയുന്ന ഒരു ആശയത്തിൻ്റെ, അതായത് ഇസ്ലാമിക ആശയങ്ങളുടെ ഒരു പ്രചാരകനായിരിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആ സ്ത്രീയെ തിരുത്തുന്ന കാഴ്ച, അത് പെട്ടെന്ന് തന്നെ, ഇത് വളരെ പണ്ടാണ്. അന്ന് സോഷ്യൽ മീഡിയയൊന്നും ഇത്രയും എന്താ പറയണ്ടേ, ഇത്രയും സ്വാധീനം സോഷ്യൽ മീഡിയയ്ക്ക് അന്നില്ല. പക്ഷേ അത് വളരെ പെട്ടെന്ന് തന്നെ അത് ലോകം മുഴുവനും വാർത്തയായി പരന്നു. അതിൻ്റെ ദൃശ്യങ്ങൾ നമുക്ക് പല സ്ഥലങ്ങളിൽ നിന്ന് കിട്ടുകയും നമ്മളൊക്കെ അത് കാണുകയും ചെയ്തു അന്നത്തെ ആ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൻ്റെ. അപ്പോൾ അമേരിക്കക്കാരെപ്പോഴും അങ്ങനെയാണ്, അവർ ആ മാന്യത അവർ കൈവിടില്ല. ഇവിടെയും അതുപോലെ തന്നെ അസിം മുനീറിന് നേരെ കുപ്പിയെറിയാനോ ചെരുപ്പെറിയാനോ ഒന്നുമല്ല പോയത്, മറിച്ച് വളരെ കൃത്യമായിട്ട് അവർക്ക് പറയാനുള്ളത്, നിങ്ങൾ ഏകാധിപതി നിങ്ങളെ ഓർത്ത് ലജ്ജിക്കുന്നു, കൂട്ടക്കൊലപാതകി നിങ്ങളെ ഓർത്ത് ലജ്ജിക്കുന്നു എന്നാണ് പറഞ്ഞത്. കാരണം പെഹൽഗാമിലുണ്ടായ ആ ആക്രമണത്തിൻ്റെ മുഖ്യ ആസൂത്രകൻ എന്ന് പറയുന്നത്, അതിന് എല്ലാ സഹായവും ചെയ്തു കൊടുത്തത് ഈ ഭീകരവാദികൾക്ക്, പാക് ഭീകരവാദികൾക്ക് എല്ലാ സഹായവും ചെയ്തു കൊടുത്തത് ഈ അസിം മുനീർ എന്ന പാകിസ്ഥാൻ്റെ സൈനിക മേധാവിയാണ് എന്ന് എല്ലാവർക്കും ഇന്ന് ലോകമെങ്ങും അത് മനസ്സിലാക്കി കഴിഞ്ഞു. അതുകൊണ്ടാണ് ആ അതിനെതിരെയുള്ള പ്രതിഷേധമാണ് അമേരിക്കയിൽ ഉയർന്നത്. ഇപ്പോൾ ഈ ഇറാനെ സഹായിക്കുന്നതും മറ്റാരുമല്ല, പാകിസ്ഥാനാണ്. വലിയ തോതിൽ ഇസ്രായേലിനെതിരെ ഈ പറയുന്നത് പോലെ ഈ ഹമാസിനെയും ഹിസ്ബുള്ളയെയും ഹൂതികളെയും ഒക്കെ ഇറാൻ പിന്തുണയ്ക്കുമ്പോൾ ആ ഇറാനെ പിന്തുണയ്ക്കുന്നത് പാകിസ്ഥാനാണ്. പാകിസ്ഥാൻ എല്ലാ സഹായവും ഇറാന് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് സത്യം. ഇവിടെ അതുകൊണ്ട് തന്നെയാണ് അമേരിക്കയിൽ വളരെ കൃത്യമായ ഒരു പ്രതിഷേധം ഇതിനെതിരെ ഉയർന്നത്. ഈ പറയുന്നത് പോലെ ഇയാൾ എന്തു പറയാനാണ് ഇവിടെ വന്നിരിക്കുന്നത്, ആരെ ന്യായീകരിക്കാനാണ് ഇയാൾ ഇവിടെ വന്നിരിക്കുന്നത് തുടങ്ങിയ കാര്യങ്ങൾ ചോദിച്ചുകൊണ്ടുള്ള വീഡിയോ ഈ പ്രതിഷേധക്കാർ ഉയർത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അമേരിക്കയുടെ നിലപാട്, അമേരിക്കയിലെ ജനങ്ങൾക്ക് വളരെ കൃത്യമായിട്ട് അസിം മുനീർ ആരാണെന്നും പാകിസ്ഥാൻ എന്താണെന്നും വളരെ നന്നായിട്ട് അറിയാം. പക്ഷേ ഈ അമേരിക്കയുടെ ഡീപ്പ് സ്റ്റേറ്റും അമേരിക്കൻ ഭരണകൂടവും ഒക്കെ കാലാകാലങ്ങളിൽ മാറി മാറി വന്നിരുന്നാലും അവർ വളരെ കൃത്യമായിട്ട് ഇന്ത്യക്കെതിരെ പാകിസ്ഥാനെ സഹായിക്കുന്ന നിലപാടാണ് സ്വീകരിച്ചിട്ടുള്ളത്. ഇപ്പോഴും അത് ഏതാണ്ട് അങ്ങനെയൊക്കെ തന്നെയാണ്. പക്ഷേ അമേരിക്കൻ ജനത ഇന്ന് യാഥാർത്ഥ്യം മനസ്സിലാക്കി. അതിന് കാരണം ലോസ് ഏഞ്ചലസിലടക്കം 2000 പട്ടണങ്ങളിൽ, ചെറുതും വലുതുമായ പട്ടണങ്ങളിൽ നടക്കുന്ന ഈ അനധികൃത കുടിയേറ്റക്കാരുടെ പ്രതിഷേധം, പ്രക്ഷോഭം, സമരം ഒക്കെയാണ്. അക്രമാസക്തമായ സമരം അവിടെ നടക്കുന്നു എന്നുള്ളതാണ് അമേരിക്കൻ ജനതയെ ചിന്തിപ്പിക്കുന്നത്. അവർ അതുകൊണ്ട് തന്നെയാണ് ഇതിനെതിരെ, അസിം മുനീറിനെ പോലുള്ളവർക്കെതിരെ, നമുക്കറിയാം പാകിസ്ഥാനിൽ നിന്നും ബംഗ്ലാദേശിൽ നിന്നും ഒക്കെ കുടിയേറിയ ധാരാളം ആൾക്കാർ അമേരിക്കയിലുണ്ട്. അവർ ഉണ്ടാക്കുന്ന കുഴപ്പങ്ങൾ, അവരാണ് ഈ മറ്റ് അനധികൃത കുടിയേറ്റക്കാരെ കൂടെ സംഘടിപ്പിച്ച് മതപരമായ ഒരു മുഖം അതിന് നൽകിക്കൊണ്ട് ഈ അമേരിക്കയ്ക്കെതിരെ, അമേരിക്കയുടെ സ്വൈര ജീവിതത്തിനെതിരെ രംഗത്ത് വന്നിരിക്കുന്നത് എന്ന് എല്ലാവർക്കും ഇന്നറിയാം. അതുകൊണ്ട് തന്നെ അമേരിക്കയിലെ സാധാരണ പൗരന്മാർക്ക് പാകിസ്ഥാനെ എത്ര അകറ്റി നിർത്തണം എന്നുള്ള കാര്യത്തിൽ അവർക്ക് സംശയമില്ല. പക്ഷെ നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങൾക്ക് അതിപ്പോഴും മനസ്സിലായിട്ടില്ല. ചില മാധ്യമങ്ങളെങ്കിലും ഇവിടെ മൈ ഫ്രണ്ട്, മോഡിയുടെ മൈ ഫ്രണ്ട് ഇതാ പച്ച പരവതാനി വിരിച്ചിരിക്കുന്നു അസിം മുനീറിന് എന്ന രീതിയിൽ വാർത്തകളൊക്കെ കൊടുത്തിരുന്നു. പക്ഷേ അതിൽ യാതൊരു വാസ്തവവുമില്ല, സത്യവുമില്ല എന്നിപ്പോൾ തെളിഞ്ഞിരിക്കുകയാണ്. അമേരിക്കൻ ജനത സത്യത്തിൽ പാകിസ്ഥാനും ഈ അസിം മുനീറിനും എതിരാണ്. പക്ഷേ ഈ പറഞ്ഞതുപോലെ അമേരിക്കൻ ഭരണകൂടം, ഭരണ നേതൃത്വം, ട്രംപ് അടക്കമുള്ളവർ കാലാകാലങ്ങളായിട്ട് ഇത്തരം ഇത്തിൽക്കണ്ണികളെ ഉപയോഗിക്കുന്നുണ്ട്, അവരെ ചൂഷണം ചെയ്യുന്നുണ്ട് എന്നുള്ളതും ഒരു സത്യമാണ്. അതിന് അവർക്ക് അവരുടേതായ താല്പര്യങ്ങളുണ്ട്. പക്ഷേ ആ താല്പര്യങ്ങളല്ല അമേരിക്കൻ ജനതയ്ക്കുള്ളത് എന്ന് തെളിയിക്കുന്നതാണ് ഈ സംഭവം.